ദ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് ഇന്ന് ഞാൻ അവൻ്റെ സ്കൂൾ ലൈഫിൽ അവന് കണ്ട ഒരു എക്സ്പീരിയൻസ് അത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നത്. അതായത് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇഫാൻ അവളുടെ അമ്മയുമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗം. അമ്മ അവളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വരുന്ന വഴി തന്നെ അമ്മ അവളെ വഴക്കും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അതായത് അവൾക്ക് സ്കൂളിൻ്റെ ബാക്കി ടൈം ഡാൻസ് പഠിക്കാൻ വേണ്ടി താല്പര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് ക്യാഷ് വേണം. അപ്പോൾ ആ കാര്യം അമ്മയെ അറിയിച്ചിരുന്നു. എന്നാൽ അമ്മ അത് കൊടുക്കാൻ മാത്രമല്ല അമ്മ അവളെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് പഠിക്കുകയാണ് വേണ്ടത്, പിന്നെ ഈ ഒരു ഡാൻസ് അതിനൊന്നും തൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, തങ്ങളിപ്പോൾ ഭയങ്കര ഫിനാൻഷ്യലി ക്രൈസിസിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഇവിടെ ഞാൻ കേൾക്കുന്നുണ്ട്. അവളാണെങ്കിലോ അതെല്ലാം കേട്ട് ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവൾ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ഉണ്ടല്ലോ, അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ പറ്റുന്ന രീതിയിലൊക്കെ നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആർട്ട് സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അതിന് അനുവദിച്ചതോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ അത് കേട്ട് ആകെ ഒന്ന് വെപ്രാളപ്പെട്ട് എന്നിട്ട് എന്തൊക്കെയോ ഒരു മറുപടി കൊടുക്കുന്നു. അപ്പോഴാണ് അവൾക്കൊരു കാര്യം മനസ്സിലായത്, അവളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അമ്മയുടെ അടുത്ത് ക്യാഷ് ഇല്ലാത്തതെന്ന്. എന്നിട്ട് അവൾ ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇവിടെ ഞാൻ അത് കണ്ടിട്ട് അവളുടെ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ പങ്കു ചേർന്നുകൊണ്ട് അവളുടെ പിന്നാലെ അങ്ങനെ നടക്കുന്നു. അവളാണെങ്കിൽ എങ്ങോട്ടൊന്നില്ലാതെ വെറുതെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനെ കാണുകയും പിന്നെ അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് കാണുന്നു. അപ്പോഴും അവൾ ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയിലെല്ലാം ഞാൻ അവളെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, അവളുടെ കൂടെ തന്നെ അങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളെ കണ്ടതും അവളോട് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആംഗ്യ ഭാഷയിൽ പറയുന്നു. ഇവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല, എന്നാലും അവൻ്റെ പിന്നാലെ അങ്ങനെ പോകും. അവനാണെങ്കിൽ ഏതൊക്കെയോ ഊടുവഴിയിലൂടെ അങ്ങനെ ഇവളെയും കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഇവളാണെങ്കിൽ എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ അങ്ങനെ അവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അവസാനം പോയി ഇവരുടെ തന്നെ ഒരു എലമെൻ്ററി സ്കൂളിലോട്ടാണ് അവരെത്തുന്നത്. അതിൽ ഇവിടെ എന്താ എന്ന് ചോദിക്കുമ്പോൾ അവന് ജസ്റ്റ് അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയുടെ കണ്ണൊക്കെ വെട്ടിച്ച് അവർ ആ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലോട്ട് കടക്കുന്നു. എന്നിട്ട് അവർ അതിൻ്റെ അപ്സ്റ്റെയറിലോട്ട് പോവുകയാണ്. ഒരുപാട് കോണിപ്പടികൾ കയറി അങ്ങനെ അവർ മുകളിലെത്തി. അവിടുത്തെ ആ ഒരു ഏറ്റവും ടോപ്പിൽ ഈ സ്കൂളിൻ്റെ തന്നെ പഴയ വേസ്റ്റുകളും പിന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇഫാൻ എത്തിച്ചിട്ട് ഇവൻ പറയുകയാണ്, ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കില്ലേ, പുറത്ത് നോക്ക് നല്ല ആംബിയൻസ് എന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ഇഫാൻ ഒന്നും ഞെട്ടി. തനിക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരിടം കണ്ടുപിടിക്കുകയായിരുന്നു ഇവന് എന്ന് അവൾക്ക് മനസ്സിലായി. അമ്മയാണെങ്കിൽ ഇവളുടെ ഡാൻസിന് ഒരു സപ്പോർട്ടും ഇല്ല. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റുഡിയോക്ക് നല്ല ക്യാഷ് വരും, പിന്നെ ഏതെങ്കിലും ടീച്ചേഴ്സിൻ്റെ അണ്ടറിലാണെങ്കിൽ അവർക്കും ക്യാഷ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ ആ ഒരു പാഷൻ ഇല്ലാതാക്കിയായിരുന്നല്ലോ. എന്നാൽ ഇവനാണെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ ഒരിടം കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവളോട് അവിടെ വെച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു. എന്നാൽ അത് ആ കണ്ട ഇവൾക്ക് ഭയങ്കര സങ്കടം വരികയും അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരെ ചാടുന്നുണ്ട്. എന്നിട്ട് അവൾ താങ്ക്സ് പറയാനും ഒരിക്കലും മറന്നില്ല. എന്നിട്ട് അവൾ അവിടെ നിന്നിട്ട് ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. അവന് അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രസന്റ് ലൈഫിലോട്ട് പോകാം. ഇപ്പോൾ അവർ ഒരേ അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 36 ദിവസം കഴിഞ്ഞു. അങ്ങനെ ഇഫാൻ്റെ രംഗമാണ് കാണിക്കുന്നത്. ഇഫാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് അവളുടെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത ആ ഒരു ആൻറ്റിയും പിന്നെ ആൻറ്റിയുടെ മകനും കൂടി പെട്ടെന്ന് അവളുടെ റൂമിലോട്ട് അങ്ങോട്ട് കയറി വന്നിട്ട് അവളെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഇവരെ കണ്ടതും അവൾ ആകെ പേടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവരാണെങ്കിലോ ഇവളുടെ പിന്നാലെ ഓടി അവസാനം ഇവളോട് ഒരു ഇരുട്ടുള്ള ഒരു ഭാഗത്ത് എത്തിക്കുന്നു. അവിടെ എത്തിയതിന് ശേഷം അവൾക്ക് തനിക്ക് ഇനി എങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയില്ല. ആകെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ദൂരെ നിന്നും ഒരു ലൈറ്റ്, ഭയങ്കര പ്രകാശം. അവൾ ആ ഒരു ലൈറ്റ് ഫോളോ ചെയ്ത് അങ്ങനെ നടക്കുകയാണ്. എന്നാൽ അവൾ ഫോളോ ചെയ്ത ലൈറ്റ് നേരെ അടുത്ത സീനിൽ കാണിക്കുന്നത് അവൾ അവളുടെ ഡോറും തുറന്നുകൊണ്ട് പുറത്തോട്ട് വരികയാണ്. ആക്ച്വലി അവൾ ഇതെല്ലാം കാണുന്നത് സ്വപ്നമായിരുന്നു. എന്നിട്ട് ആ ഒരു സ്വപ്നത്തിൽ തന്നെ അവൾ നടക്കുന്നുമുണ്ട്. എന്നാൽ നേരെ വന്ന് പെടുന്നതോ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന യാൻ്റെ അടുത്തോട്ട്. യാനാണെങ്കിൽ ഇവൾ ഇങ്ങനെ ഉറക്കത്തിൽ നടക്കുകയാണ് എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇവളെ കണ്ടതും എന്തേ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അതിനൊരു മറുപടി പറയാതെ നേരെ ഇവൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് ജസ്റ്റ് അവൻ്റെ ഷോൾഡറിൽ തലയും വെച്ച് കിടക്കുന്നു. ഇവൻ ആകെ അങ്ങോട്ട് സ്റ്റക്കായിപ്പോയി. എന്നിട്ട് എന്താ കാര്യം, എന്താ പ്രശ്നം, എന്തേലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വീണ്ടും അതിനൊരു മറുപടി പറയാതെ ഇവനെ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഹഗ് ചെയ്യുകയാണ്. എന്നിട്ട് അങ്ങനെ കരയുന്നു. ഇവനാണെങ്കിൽ അവളെ ഒന്ന് ഇങ്ങനെ തല ഓടണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ പിന്നീട് അവൻ അതെല്ലാം മടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ മനസ്സിലാകുന്നില്ലല്ലോ. എന്നിട്ട് പിന്നെ അവളെ ഇങ്ങനെ എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ വേഗം അവിടെ നിന്നും അവളുടെ റൂമിലോട്ട് തന്നെ തിരിച്ചു പോയി. ഇവനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാകാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്.
ആ ഒരു കാര്യം ആലോചിച്ചത് കൊണ്ട് തന്നെ യാന് പിന്നീട് അങ്ങോട്ട് ഉറക്കം ശരിയായതേയില്ല. അവൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇഫാനാണെങ്കിൽ അതൊന്നും അറിയാതെ നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഇവളുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇവൻ്റെ ഒരു മെസ്സേജ് വന്നു കിടക്കുന്നത് കാണുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ ഇന്നലെ രാത്രി അയച്ചതാണ്. അതിൽ ഇവൾക്ക് ഒന്നും മനസ്സിലാകാതെ ഇവളൊരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം അങ്ങോട്ട് അയക്കും. അതിൽ അവന് ഇങ്ങോട്ടും ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവൻ തിരിച്ചും ഇങ്ങോട്ട് അയക്കുന്നു. പക്ഷേ പിന്നീട് അവൻ ജസ്റ്റ് ഒരു തംസപ്പ് മാത്രം അയക്കും. അതിൽ അവളും ഇവൻക്ക് എന്താ പറ്റിയതെന്ന രീതിയിൽ അവളും തംസപ്പ് അയക്കും. അങ്ങനെ രണ്ടുപേർക്കും ഈ ഒരു ചാറ്റിങ്ങിൻ്റെ ഒരു ഉള്ളടക്കം മനസ്സിലാകുന്നില്ല. ഇനി ഓഫീസിൽ പോകാൻ റെഡിയായി വരികയാണ് ഇഫാൻ. എന്നാൽ സോഫയിൽ ആ ഒരു കാര്യം ആലോചിച്ച് യാന് അതേ ഇരിപ്പാണ്. എന്നാൽ ഇഫാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇനി തന്നെ ഇന്നലെ രാത്രി അവന് ഫയർ വർക്സിനൊക്കെ ക്ഷണിച്ചതല്ലേ, എന്നാൽ ഇവളാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി അതിനെ പറ്റിയാണോ ഇവനിങ്ങനെ മെസ്സേജ് അയച്ചത്, അപ്പോൾ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിയിൽ അയച്ചതാണോ എന്ന രീതിയിൽ അവൾ ജസ്റ്റ് അവനോട് പിന്നെ അവിടെ സോഫയിലിരിക്കുന്ന അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചല്ലോ, അതെന്തെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ, അതുകൊണ്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവളെന്താ ഈ പറയുന്നത് ഒന്നും മനസ്സിലാകാതെ ഇവൻ ഇങ്ങോട്ട് ചോദിക്കും, നീ ഇന്നലെ നടന്നത് ഒന്നും നടക്കാത്തതുപോലെ ആക്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. അതിൽ ഇവളൊന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു ഫയർ വർക്ക് തന്നെയാണെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. എന്നാൽ ഞാൻ പറയും, ഓക്കെ നിനക്കിപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ താല്പര്യമില്ലെങ്കിൽ ഓക്കെ, എന്നാൽ ഇപ്പോൾ ഞാനത് നടന്നിട്ടില്ലെന്ന് വിചാരിക്കാം. എന്നാൽ ഇനി അടുത്ത പ്രാവശ്യം നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ട് നിന്നെ ഞാൻ വിടൂ എന്നും പറയുന്നു. അത് കേട്ടതും ഇവൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന രീതിയിൽ ഒരു ഓക്കെയും പറഞ്ഞു പോകുന്നു. അതിൽ ഇവനാകെ വീണ്ടും ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൾ ജസ്റ്റ് ഒന്നും അറിയാത്ത രീതിയിൽ ഒരു ഓക്കെ മാത്രം. അവൾക്ക് ആകെ കിളി പോയി നിൽക്കുകയാണ് ഇവളുടെ ഈ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടിട്ട്. ഇനി നേരെ ഇഫാനാണെങ്കിൽ ഓഫീസിലോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇവളുടെ ഈ ഒരു കൊളീഗ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അവൾ ഇന്നലെ രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ല എന്ന് അവളുടെ ആ ഒരു സങ്കടം അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇഫാനും പറയും, അതെ എനിക്കും ഇന്നലെ രാത്രി തീരെ ഉറക്കം അങ്ങോട്ട് ശരിയില്ല, ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്വപ്നം ഇവളോട് വിവരിക്കുകയാണ്. താനെ എവിടെയോ ഒരു ഇരുട്ടത്ത് അകപ്പെട്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ലൈറ്റ് വന്നിരിക്കുന്നു. ഒരു സൂര്യനെ പോലെയുള്ള ഒരു ഗോളം, ഭയങ്കര ലൈറ്റ്. ഞാൻ ഒരു ലൈറ്റിനെ ഫോളോ ചെയ്തു. അവസാനം എനിക്കതിനെ ഹഗ് ചെയ്യണമെന്ന് തോന്നി. ഹഗ് ചെയ്തപ്പോഴോ എനിക്ക് ഭയങ്കര ഒരു സമാധാനം, ഒരു കംഫർട്ട് ഫീൽ എന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു ലൈറ്റ് ഇവിടെ ഞാനാണെന്നും ആ ഒരു ഹഗ് കൊണ്ട് അവൾക്ക് നല്ലൊരു കംഫർട്ട് ഫീൽ കിട്ടി എന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായി കാണിക്കുന്നത് ഈ ട്രിയോസിലെ ഈ ഒരു പയ്യനും പിന്നെ ഈ ഇഫാൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ആണ്. അതായത് ഈ പയ്യന് ഇവളെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇവൾ ഭയങ്കര സന്തോഷത്തോടെ ഇവനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റിലോട്ട്. എന്നാൽ ഇവർ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ അവിടുത്തെ വെയിറ്റർ പറയും, നിങ്ങൾ കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ കപ്പിൾസിന് ഒരു പ്രത്യേക ഓഫർ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ പയ്യൻ താൻ കപ്പിളല്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവൾ പെട്ടെന്ന് പറയും, അത് പറയണ്ട, നമുക്ക് ചിലപ്പോൾ ഓഫർ കിട്ടാം, അതിനുവേണ്ടി തൽക്കാലം നമുക്ക് ആക്ട് ചെയ്യാമെന്ന് ഇവൾ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നു. അങ്ങനെ പിന്നെ ആ ഒരു കപ്പിൾ മെനുവിൽ തന്നെ അവർ സാധനങ്ങൾ ചൂസ് ചെയ്യും. അങ്ങനെ ഇവർ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ഒരു ഫ്രണ്ട് അവളുടെ ഒരു ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആക്ച്വലി ഈ ഒരു ബ്രേസ്ലെറ്റ് പണ്ട് സ്കൂൾ ടൈമിൽ ഇവൻ ഗിഫ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് ഇവൾ പറയുന്നു, ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു കാലഘട്ടമൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ എന്നൊക്കെ ഇങ്ങനെ അവൾ ആ ഒരു കാലഘട്ടം ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആ ഒരു കാലം കാണിക്കുന്നുമുണ്ട്. അതായത് സ്കൂളെല്ലാം കഴിഞ്ഞ് ഇവർ കോളേജിലോട്ട് പോകുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ അവരുടെ അവസാനത്തെ ദിവസം ഇവിടെ ഈ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ആൺകുട്ടി ഭയങ്കര ധൃതിപ്പെട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവന് പറയും, ഇനി എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രിക്റ്റാണ്, എന്നെ ഇവിടെ കോളേജിൽ പഠിക്കാൻ അവർ സമ്മതിക്കുന്നില്ല, എന്നെ അവർ US വിടുകയാണ്, നാളെ തന്നെ ടിക്കറ്റ് എടുത്ത് തന്നിട്ടുമുണ്ട് എന്നൊക്കെ അവനിങ്ങനെ ഭയങ്കര സങ്കടം പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവനൊരു ഗിഫ്റ്റ് ഇവൾക്ക് കൊടുക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയും, ഓ അപ്പോൾ നീ മറന്നിട്ടില്ലല്ലേ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന്, ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയായിരുന്നു, എനിക്ക് തീരെ ഓർമ്മ ഉണ്ടായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ആക്ച്വലി ഇവൻ ആ ഗിഫ്റ്റ് കൊണ്ടുവന്നത് ഇവിടെ ഇഫാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫാനെ ഈ ഒരു ചുരുക്കിയ സമയം കൊണ്ട് ഇനി അവന് കാണാൻ ചാൻസ് ഇല്ല, അപ്പോൾ ഇവളെ ഏൽപ്പിക്കുക എന്നതായിരുന്നു അവൻ്റെ പ്ലാൻ. എന്നാൽ ഇവളാണെങ്കിലും ഇത്ര എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവന് പെട്ടെന്ന് പറയും, ഓ നിൻ്റെ ബർത്ത്ഡേ ആണല്ലേ, അതന്നെ ഞാൻ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഗിഫ്റ്റ് അങ്ങോട്ട് തിരിച്ചു വിടുകയാണ്. എന്നാൽ ഇവൾക്കാണെങ്കിൽ ആക്ച്വലി ഇവനോടൊരു ഫീലിങ്സ് ഉണ്ട് ചെറുതായിട്ട്. എന്നാൽ ഇവൻ്റെ ഫീലിങ്സ് ആണെങ്കിലോ ഇഫാനോടും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. ഇവന് തന്നോടുള്ള ഫീലിങ്സ് കൊണ്ടാണോ ഈ ഒരു ഗിഫ്റ്റ് തന്നത് എന്ന് വിചാരിക്കുന്നു. ഇവൾക്ക് ഇപ്പോഴും ആ ഒരു ഫീലിങ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൾ ഇപ്പോഴും ആ ഒരു ബ്രേസ്ലെറ്റ് ഇത്ര പൊന്നുപോലെ കൊണ്ട് നടക്കുന്നതും ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നതും. എന്നാൽ ഇവളുടെ ഈ ഒരു സംസാര രീതി കണ്ടപ്പോൾ തന്നെ ഇവിടെ ആ ഒരു ഫ്രണ്ടിന് മനസ്സിലായി ഇവളുടെ ആ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്ന്. എന്നാൽ പെട്ടെന്നാണ് അങ്ങോട്ട് ഇഫാനും വരുന്നത്. ഇഫാനെ കണ്ട ഇവൾ ഒന്ന് ഞെട്ടിപ്പോയി. ആക്ച്വലി ഇവൾ വിചാരിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും മാത്രമുള്ള ഒരു പാർട്ടി ആയിരുന്നു എന്നാ. എന്നാൽ ഇവിടെ ഇഫാനും വന്നത് കണ്ടിട്ട് ഈ ഒരു ഫ്രണ്ട് പറയും, സോറി
ഞാൻ എന്നോട് പറയാൻ വിട്ടുപോയി, ഇവളെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇഫാനാണെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം, നിങ്ങളെന്താ ഇങ്ങനെ രണ്ടുപേരും വല്ലാത്തൊരു മുഖത്തിൽ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഈ ബ്രേസ്ലെറ്റിൻ്റെ ടോപ്പിക് ആയിരുന്നല്ലോ സംസാരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഇവിടെ ഈ പയ്യൻ കൊടുക്കുകയാണ്, അതും ഇഫാനെയും മുന്നിൽ ഇരുത്തിക്കൊണ്ട്. എന്നിട്ട് പറയും, ഈ ഒരു ബ്രേസ്ലെറ്റ് ആക്ച്വലി ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ലായിരുന്നു, അത് അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്, അത് ഇഫാന് വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഇഫാനോട് അവൻ്റെ ഒരുപാട് കാലത്തുള്ള ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് ഇവിടെ വെച്ചിട്ട് അവന് തുറന്നു പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഇഫാൻ ആകെ ഞെട്ടുകയാണ്. ഇവൾക്കാണെങ്കിലോ വല്ലാതാകാണ്, ഇതൊന്നും കേൾക്കാൻ കഴിയുന്നതേയില്ല. പെട്ടെന്ന് തന്നെ അവൾ ഇനി നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം അവിടുന്ന് തവടി തപ്പുന്നു. എന്നാൽ ഇവളിങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയത് കൊണ്ട് തന്നെ ഇഫാനെ പിന്നെ ഇവൻ്റെ കൂടെ എല്ലാം നിന്നത് അവളെയും തെരഞ്ഞുകൊണ്ട് അവളുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ അവളാണെങ്കിൽ എങ്ങോട്ട് പോയിട്ടുണ്ട്. അവളെ ഇങ്ങനെ തെരഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇഫാൻ അവളുടെ ബോസ് വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ എടുക്കാനുണ്ട്, വേഗം റെഡിയാക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അവൾ പെട്ടെന്നൊരു ടാക്സി അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇവൻ ആ കാറും കൊണ്ട് വരുന്നത്. അങ്ങനെ ഇവന് തന്നെയാണ് ഇവളെ അവളുടെ കമ്പനിയിലോട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു രംഗം അവിടെ അവസാനിച്ച് ഇനി അന്നത്തെ ഒരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇഫാന് ഭയങ്കര ലേറ്റ് ആയിക്കൊണ്ടാണ് തിരിച്ച് റൂമിലോട്ട് തന്നെ വരുന്നത്. ഞാനാണെങ്കിൽ അപ്പോഴും ഇന്നലെ രാത്രി സംഭവിച്ച ആ ഒരു സംഭവത്തിന് ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവൻ കണ്ടുപിടിച്ച ഒരു പുതിയ ഐഡിയ, അതായത് ഇവൾ വരുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്തു. വരുന്നത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഫ്രണ്ടിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഫ്രണ്ടിനോട് പറയും, ഓ അങ്ങനല്ലേ, പെട്ടെന്ന് അവൾ നിന്നെ കെട്ടിപ്പിടിച്ചു, നിനക്ക് എന്താണെന്ന് പോലും മനസ്സിലായില്ല, എന്നാൽ അടുത്ത ദിവസം അവൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പെരുമാറില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവൾ കേൾക്കത്തക്ക രീതിയിൽ ആ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. എന്നിട്ട് അവന് പറയും, എന്നാൽ ഞാൻ ഒരു ഡൗട്ട്, ഇവിടെ എൻ്റെ കൂടെ ഒരാളുണ്ട്, അവരോട് തന്നെ ചോദിക്കട്ടെ, പിന്നെ പെൺകുട്ടികളാവുമ്പോൾ അവർക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇഫാനോട് ചോദിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ, അവൻക്ക് ഒരു ഫീലിങ്സ് ഉള്ള ഒരു പെണ്ണ് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ട് അവൾ അടുത്ത ദിവസം അത് സംഭവിക്കാത്തതുപോലെ പെരുമാറുന്നു, അപ്പോൾ അതെന്ത് നീതികേടാണ്, ശരിക്കും നമ്മൾ അത് പോലീസിൽ കേസ് കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ ഞെട്ടിയിട്ട് ചോദിക്കും, ജസ്റ്റ് ഒരു ഹഗ്ഗല്ലേ, അതിനെന്തിനാ പോലീസിൽ കേസൊക്കെ കൊടുക്കുന്നത്, പിന്നെ അവർ ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ ഹഗ്ഗ് ചെയ്തതായിരിക്കൂലേ, ചിലപ്പോൾ അവൾക്കൊരു കംഫർട്ട് കിട്ടാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ ഒരു ഊഹം, ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുള്ള ആ ഊഹങ്ങളെല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പറയും, സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് പറയാൻ അറിയില്ല, അവരുടെ തമ്മിലുള്ള ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, പിന്നെ അവന് കൺഫസ് ചെയ്തിട്ടുണ്ടോ അവളോട് തനിക്ക് ഇഷ്ടമാണെന്ന്, അതല്ല ഇനി അവൾ കൺഫസ് ചെയ്തിട്ടുണ്ടോ, പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു ലോജിക്കില്ലാത്ത ഒരു കാര്യം, ജസ്റ്റ് ഒരു ഹഗ് മാത്രമല്ലേ, അതിനൊക്കെ ഇത്ര ഇതാക്കാനുണ്ടോ എന്നൊക്കെ പറയുന്നു. ഇത് ടോട്ടൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഈ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രം കൊടുത്തുകൊണ്ട് അവൾ നേരെ റൂമിലോട്ട് പോകുന്നു. അവന് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ കിട്ടാതെ അവിടെ ആകെ തളർന്നിരിക്കുകയാണ്. ഞാനങ്ങനെ വീട്ടിൽ സോഫയിൽ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത്. ഈ ഫ്രണ്ട് വിളിക്കുന്നത് മറ്റൊരു കാര്യം ചോദിക്കാനാണ്. ഈ ഫ്രണ്ട് ഇവരുടെ കൂടെ തന്നെ പഠിച്ചിരുന്ന കുറച്ച് പയ്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ പയ്യന്മാർ പറഞ്ഞത്രേ ഇവിടെ അവന് ഒരുപാട് തവണ ഈ ഇഹേ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ടെന്ന്, അപ്പോൾ അത് കറക്റ്റാണോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നു. അത് കേട്ട് ഇവിടെ ഒന്ന് ഞെട്ടിയിട്ട് ആ ഒരു കാര്യം ആലോചിക്കുകയാണ്. ഇഹേ യൂണിവേഴ്സിറ്റിയിൽ അവന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഫാനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവന് പല തവണ അവൾ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്, അതും അവൾ അറിയാതെ. ഇനി അടുത്തതായി കാണിക്കുന്നത് ഇഫാൻ്റെ ഫ്രണ്ട് അവൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്പൂപ്പന്മാർക്കൊക്കെ അവൾ മെഡിസിനൊക്കെ മേടിച്ച് കൊടുത്ത് അവരെ ഹാപ്പി ആക്കിയിട്ട് അവർ വീട്ടിലോട്ട് അയക്കുകയാണ്. അപ്പോഴാണ് ഇഫാനെ അവളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആക്ച്വലി ഇവർ ഇന്നലെ ഒരു ചെറിയ പിണക്കത്തിൽ അങ്ങനെ അവസാനിച്ചതല്ലേ, അപ്പോൾ അതിന് പിന്നെ ഇവളെ നേരിട്ട് കണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഫാന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവളെ നേരിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ഇവർ പരസ്പരം അങ്ങനെ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഇവരാണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ജസ്റ്റ് ഒരു ചിരി മാത്രം. ആ ചിരിയിൽ തന്നെ നമുക്കറിയാം അവർ എത്രത്തോളം ക്ലോസ് ആണെന്ന്. പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലെന്നും അറിയാം. എന്നിട്ട് അവൾ പറയും, അവൻ ഇന്നലെ അവൻ്റെ ആ ഒരു ലവ് ഇവളോട് കൺഫസ് ചെയ്തല്ലോ, ശേഷം അവളുടെ മറുപടി അവൻ്റെ കൂടെയാണല്ലോ ഓഫീസിലോട്ട് പോയത്, ആ കാറിൽ വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അവൻക്ക് ഒരിക്കലും മാച്ച് ആകുന്ന ഒരു ക്യാരക്ടറല്ല താന്. അവൻക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ മനസ്സിലുള്ള നല്ല വിചാരിക്കുന്ന രീതിയിലുള്ള സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടട്ടെ എന്നൊക്കെ ഇവളിങ്ങനെ വിഷ് ചെയ്തിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവനോട് നോ ആണ് പറഞ്ഞിരിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്. എന്നിട്ട് ആ കാര്യമെല്ലാം ഇവിടെ ഈ ഒരു ഫ്രണ്ടിനോടും പറയുന്നുണ്ട്. എന്നിട്ട് ഇവളോടും പറയും, അവനക്ക് ഒരിക്കലും മാച്ചല്ല ഞാൻ, പിന്നെ നമ്മൾ 3 പേരും ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ, അത് എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പിൽ മാത്രം നിന്നാൽ മതി, ഒരിക്കലും അതിൻ്റെ അപ്പുറത്തോട്ട് പോകണ്ട. അതിൽ ഇവൾ പറയും, നമ്മൾ വലുതായതാണ് ആകെ പ്രശ്നമായത്, ആ കുട്ടിക്കാലം തന്നെ മതിയായിരുന്നു, ഇപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒക്കെ ആകെ കോംപ്ലിക്കേറ്റഡ് ആയി, ഏതായാലും നമുക്കൊരു ഗെയിം കളിക്കാം, ഈ ക്യാനുകളെല്ലാം നമ്മുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി, എന്നിട്ട് ഈ ബോൾ കൊണ്ട് എല്ലാം നമുക്ക് തട്ടിത്തെറിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു കുഞ്ഞ് ഗെയിം അവിടെ കളിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഗെയിമോട് കൂടി ഇവർ ഭയങ്കര ഹാപ്പിയായി. ശേഷം ഇവരൊരു ചെറിയ ഒരു ഔട്ടിങ് പോലെ പോവുകയാണ്. അവർ
അവർ ആ ബ്രേസ്ലെറ്റ് എല്ലാം അവൻ കൊടുത്ത ബ്രേസ്ലെറ്റും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതി ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നല്ല മാച്ചിങ് ബ്രേസ്ലെറ്റ് വാങ്ങിക്കുന്നു. ശേഷം അത് കഴിഞ്ഞിട്ട് ഇവരൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഫ്രണ്ട് ഇവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഇഫാന് പണ്ട് യാനോട് ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നോ എന്ന്. എന്നാൽ ഇവൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇവൾ ആകെ ഒന്ന് ഞെട്ടി. എന്നിട്ട് അവളെ ഒന്ന് നോക്കിയിട്ട് പറയും, നീ എന്താ ഇപ്പോൾ ഇത് ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഇവൾ പറയും, അല്ല ഞാനും സ്കൂൾ ടൈമിൽ ഇങ്ങനെ ഒരുപാട് റൂമർ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു രീതിയിൽ ഞാൻ ചോദിക്കാതിരുന്നതായിരുന്നു. കാരണം ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ നീ എന്നോട് പറയേണ്ടതല്ലേ, നീ പറയാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകില്ലെന്ന് വിചാരിക്കുന്നു. പക്ഷേ അവൻ നല്ല സുന്ദരനാണ്, നല്ല പഠിക്കുന്നവനാണ്, നല്ല റിച്ചാണ്, അപ്പോൾ പിന്നെ എന്തുകൊണ്ടും അവനെ റിജക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. പിന്നെ അവൻക്ക് നിന്നോട് ഒരു പ്രത്യേക ഫീലിങ്സ് ഉണ്ടെന്നും എനിക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ട്. അവനെ ഞാൻ സ്കൂൾ ടൈമിൽ അത്ര അങ്ങോട്ട് ക്ലോസ് അല്ല, പക്ഷേ അവൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് നല്ലോണം തോന്നിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു അവനോട് ഫീലിങ്സ് ഉണ്ടായിരുന്നോ എന്ന്. എന്നാൽ അവൾ അതേ എന്ന രീതിയിൽ അവൾ മറുപടി പറയുകയാണ്. അത് കേട്ടിട്ട് ഈ ഫ്രണ്ട് ആകെ ഒന്ന് ഞെട്ടിപ്പോയി. അതായത് അപ്പോൾ നിനക്ക് ഫീലിങ്സ് ഉണ്ടായിരുന്നെന്നല്ലേ, അപ്പോൾ ഇപ്പോഴും ആ ഫീലിങ്സ് ഉണ്ടോ? അതിൽ അവൾ പറയും, നീ എന്തൊക്കെയാണ് പറയുന്നത്, അതൊക്കെ ആ ഒരു പ്രായത്തിലല്ലേ. അതിൽ ഇവൾ പറയും, ആ പ്രായത്തിലായാലെന്താ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൻക്ക് നിന്നോട് എന്തായാലും ഫീലിങ്സ് ഉണ്ട്, ഇപ്പോൾ നിനക്ക് അവനോട് ഫീലിങ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, അപ്പോൾ ഇനിയും ആ ഒരു ഫീലിങ്സ് വരാനുള്ള ചാൻസ് ഉണ്ടാകില്ലേ. അതിൽ ഇഫാൻ പറയും, ഒരിക്കലുമില്ല, അവൻ ഇപ്പോൾ തന്നെ വീട് വിട്ടു പോകും, അവന് ജസ്റ്റ് കുറച്ച് സമയത്തിന് വേണ്ടി മാത്രമല്ല അവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ചോദിക്കും, അപ്പോൾ ഇൻ കേസ് ഇനി അവർ ഒരുപാട് ദിവസം നിൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കും എന്നുണ്ടെങ്കിൽ നിനക്ക് അവനോട് ആ ഫീലിങ്സ് തിരിച്ചു വരുമോ? എന്നാൽ അവൾ അതിനൊരു മൗനം മാത്രമാണ് പറയുന്നത്. ഇവൾ പറയും, ആ ഒരു മൗനം കൊണ്ട് എനിക്ക് ഏകദേശം നിൻ്റെ മറുപടി ഊഹിക്കാവുന്നതേ ഉള്ളൂ, അതൊന്നല്ല ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾ പണ്ട് എന്താ ഒരുമിക്കാഞ്ഞത്. എന്നിട്ട് ഇവൾ തന്നെ ആലോചിച്ചിട്ട് ഓരോ ഗസ് പറയുകയാണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും 2 യൂണിവേഴ്സിറ്റിയിലായപ്പോൾ അവൻ്റെ നമ്പറിന് എനിക്ക് നഷ്ടപ്പെട്ടു, അതല്ല റീസൺ എന്നൊക്കെ അവളുടെ ഊഹാപോഹങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇഫാന് പറയും, ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് എൻ്റെ കോളേജ് ടൈമിൽ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, നിങ്ങൾക്കൊക്കെ എന്നെപ്പറ്റി എങ്ങനെ തോന്നിയിരിക്കുന്നെന്ന് അറിയില്ല, അവൾ എന്നെപ്പറ്റി പറയുന്നത് ഞാൻ ഒരാളോട് ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഡിസ്റ്റൻസ് വെക്കാറുണ്ടെന്നാണ്, ആരെയും അങ്ങോട്ട് ഭയങ്കരമായിട്ട് അടുപ്പിക്കില്ലെന്നാണ്. അവരുമായിട്ട് ഞാൻ ഗ്രാജുവേറ്റ് ആകുന്നത് വരെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ അവരുമായിട്ട് ഭയങ്കര റയറായിട്ടാണ് കോൺടാക്റ്റ് ചെയ്യൽ. അതിൻ്റെ ഇടയ്ക്കാണ് അവൾ എന്നെ കണ്ടപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. എനിക്കെന്തോ പിന്നെ അവരോട് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരുടെ കൂടെയുള്ള മൂന്നാമത്തെ ആ ഒരു പയ്യനെ പറ്റിയാണ് പറയുന്നത്. അവൻ പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയ സമയത്ത് നമ്മൾ അവനോട് പിന്നെ അങ്ങനെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യില്ലല്ലോ, അത് തന്നെ ഒരു എക്സാമ്പിൾ അല്ലേ. ഈ കണ്ണകന്ന മനസ്സകന്ന് എന്നൊരു പഴമൊഴി വരെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ അത് മാത്രമല്ല, അവൻ നല്ല പയ്യനാണ്, അവൻക്ക് എന്നെക്കാളും നല്ല മെച്ചപ്പെട്ട, നല്ല അവൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടും എന്നിങ്ങനെ അവൾ ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അത് കേട്ടെല്ലാം ഇവിടെ ഇഫാൻ്റെ ഫ്രണ്ടും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ ആ ഒരു സങ്കടമുഖം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ അതിന് ശേഷം ഒരു ചെറിയ സീനും കൂടെ കാണാം. അതായത് ഇവിടെ അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ ഇവൾക്ക്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അവൻ ആക്ച്വലി ആ മെസ്സേജ് അയക്കുന്നത് ഇവൾ രാത്രിയിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നതിൻ്റെ മുന്നേയാണ്. അതായത് അവളുടെ ആ ഒരു ഫയർ വർക്ക്, ഇവൻ അറേഞ്ച് ചെയ്ത ആ ഫയർ വർക്കിൽ അവൾ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണല്ലോ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ആ ഒരു അവളുടെ മുഖം ഇവർക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൻ ചോദിച്ചത്. ആ മെസ്സേജ് അയച്ച് ഇവനെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് ഒരു ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ വന്ന് ഡോറ് തുറക്കുന്നതും ഇവനെ കെട്ടിപ്പിടിക്കുന്നതും അങ്ങനത്തെ എല്ലാം ആ ഒരു ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ടാണ് ഈ എപ്പിസോഡ് ശരിക്കും അവസാനിക്കുന്നത്. അപ്പോൾ ബാക്കി എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.